നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ചിത്രം വ്യക്തം. ഇനി പോരാട്ടത്തിലേക്ക്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡുകളുടെയും അധ്യക്ഷ സ്ഥാനങ്ങളുടെയും നറുക്കെടുപ്പ് പൂർത്തിയായി. ഇതോടെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തീകരിച്ചത്. മേഖലയിൽ കാട്ടകമ്പാൽ, ചൊവ്വന്നൂർ, കണ്ടാണശ്ശേരി, പുന്നയൂർക്കുളം പഞ്ചായത്തുകളിലെ അധ്യക്ഷസ്ഥാനം ജനറൽ വിഭാഗത്തിനാണ്. കഴിഞ്ഞ തവണ അധ്യക്ഷസ്ഥാനം ജനറൽ വിഭാഗത്തിനായിരുന്ന പോർക്കുളം പഞ്ചായത്തിൽ ഇക്കുറിയും അധ്യക്ഷസ്ഥാനം ജനറൽ വിഭാഗത്തിന് തന്നെയാണ്. കടവല്ലൂർ, വേലൂർ, എരുമപ്പെട്ടി, എളവള്ളി, പുന്നയൂർ, വടക്കേക്കാട് എന്നീ പഞ്ചായത്തുകളിൽ അധ്യക്ഷസ്ഥാനം വനിതകൾക്കാണ്. ഈ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ അധ്യക്ഷസ്ഥാനം ജനറൽ വിഭാഗത്തിനായിരുന്നു. ചൂണ്ടൽ പഞ്ചായത്തിൽ പട്ടികജാതി സ്ത്രീകൾക്കായാണ് അധ്യക്ഷസ്ഥാനം സംവരണം ചെയ്തിട്ടുള്ളത്. മേഖലയിൽ പട്ടികജാതി സ്ത്രീകൾക്കായി അധ്യക്ഷസ്ഥാനം സംവരണം ചെയ്ത ഏക പഞ്ചായത്തും ചൂണ്ടലാണ്. ഏറെക്കാലമായി ഇവിടെ ജനറൽ വനിതാ പ്രസിഡന്റുമാരാണ് അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നത്. ആദ്യമായാണ് ചൂണ്ടലിൽ അധ്യക്ഷസ്ഥാനം പട്ടികജാതി വിഭാഗത്തിലെ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നത്. പഞ്ചായത്തുകളിലെ അധ്യക്ഷ പദവിയുടെ നറുക്കെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിൽ ഓരോ വാർഡിലേക്കും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിന്റെ 3ാം ദിനം മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഇന്ന് ഒപ്പന, സംഘനൃത്തം, ദഫ്മുട്ട്, അറബനമുട്ട്, പരിചമുട്ടുകളി, കോൽക്കളി തുടങ്ങിയ ഗ്ലാമർ ഇനങ്ങൾ ഉൾപ്പെടെയുള്ളവയിലാണ് മത്സരം നടക്കുന്നത്. പ്രധാന മത്സരങ്ങൾ നടക്കുന്ന വേദികൾക്ക് മുന്നിലെല്ലാം നിറഞ്ഞ സദസ്സാണ് കാണാനാകുന്നത്. ശക്തമായ ചൂടിനെ അവഗണിച്ചും നിരവധി പേരാണ് കുട്ടികളുടെ കലാപ്രകടനങ്ങൾ ആസ്വദിക്കാനെത്തുന്നത്. കലോത്സവത്തിൽ 314 പോയിന്റുമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളാണ് 1ാം സ്ഥാനത്ത്. 297 പോയിന്റ് നേടി മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് HSS 2ാം സ്ഥാനത്തും 222 പോയിന്റ് നേടി വടക്കേക്കാട് ICA EHSS 3ാം സ്ഥാനത്തുമുണ്ട്. അറബി കലോത്സവത്തിൽ മണത്തല ഗവൺമെന്റ് സ്കൂൾ, ICA, തൊഴിയൂർ റഹ്മത്ത് സ്കൂളുകളും, സംസ്കൃത കലോത്സവത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ, ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ്, മമ്മിയൂർ LF സ്കൂളുകളും യഥാക്രമം ആദ്യ 3 സ്ഥാനങ്ങളിലുണ്ട്. കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ക്ഷേത്രങ്ങളും ക്ഷേത്ര സ്വത്തുക്കളും സംരക്ഷിക്കാനാവശ്യമായ നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരേണ്ടതാണെന്ന് മുൻ കേരള DGP TP സെൻകുമാർ പറഞ്ഞു. കേരള ദേവസ്വം എംപ്ലോയീസ് ഫെഡറേഷൻ പ്രഥമ സംസ്ഥാന സമ്മേളനം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേവസ്വം ബോർഡുകളുടെ വാർഷിക വരുമാനം അതത് സാമ്പത്തിക വർഷത്തിൽ തന്നെ കാര്യമായി ഓഡിറ്റ് നടത്തി പ്രസിദ്ധീകരിക്കാത്തതിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മുന്നൂലം നീലകണ്ഠൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. BMS സംസ്ഥാന പ്രസിഡന്റ് B. ശിവജി സുദർശൻ മുഖ്യപ്രഭാഷണം നടത്തി. വൈസ് പ്രസിഡന്റ് G. ഗോപകുമാർ, സേതു തിരുവെങ്കിടം, അഡ്വക്കേറ്റ് P. മുരളീധരൻ, ജനറൽ കൺവീനർ TC സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. അറിവ് ബ്രിട്ടീഷുകാർക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ ഉള്ള ക്ഷേത്രങ്ങൾ ഇതുപോലെ ആക്കിയെടുത്തത്. അതിൻ്റെ പരിണിത ഫലം നമ്മൾ കാണുന്നില്ല. കാരണം അത് പലതും ക്രിപ്റ്റോ ക്രിസ്ത്യനായിട്ട് തുടരുന്നതുകൊണ്ടാണ്. സത്യത്തിൽ അത് പുറത്തു വരികയാണെങ്കിൽ വലിയൊരു വ്യത്യാസം നമ്മൾക്ക് കാണാൻ ഇടയാകുമെന്നുള്ളതാണ്. 124 വർഷം പഴക്കമുള്ള വിദ്യാലയ മുത്തശ്ശിക്ക് സ്വന്തം സ്ഥലത്ത് സ്വന്തമായി കെട്ടിടമുയരുന്നു. പൂർവ്വ വിദ്യാർത്ഥി തടകം ഫൗണ്ടേഷൻ ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് ഹാജി വാങ്ങി നൽകിയ 30 സെന്റ് സ്ഥലത്താണ് വടക്കേ പുന്നയൂർ GMLP സ്കൂളിന് സ്വന്തമായി കെട്ടിടമൊരുങ്ങുന്നത്. NK അക്ബർ MLA നിർമ്മാണോദ്ഘാടനം നടത്തി. സ്കൂളിൽ അടിസ്ഥാന സൗകര്യമില്ലാതെ വിദ്യാർത്ഥികളുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞതോടുകൂടി അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു വടക്കേ പുന്നയൂർ ഗവൺമെന്റ് മാപ്പിള ലോവർ പ്രൈമറി സ്കൂൾ. പുന്നയൂർ പഞ്ചായത്ത് പുതിയ ഭരണസമിതി അധികാരമേറ്റ് നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് സ്കൂളിന് സ്വന്തമായി സ്ഥലം കണ്ടെത്താനായത്. NK അക്ബർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 99,50,000 രൂപ അനുവദിച്ചുകൊണ്ടാണ് കെട്ടിടം പ്രാവർത്തികമാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ NK അക്ബർ MLA ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. തടാകം കുഞ്ഞു മുഹമ്മദ് ഹാജി മുഖ്യാതിഥിയായിരുന്നു. പുന്നയൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരും വാർഡ് മെമ്പർ സലീന നാസർ തുടങ്ങി പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും പങ്കെടുത്ത ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ സ്വാഗതവും പ്രധാന അധ്യാപിക PC വിലാസിനി നന്ദിയും പറഞ്ഞു. ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. കോട്ടേക്കാട് ചിറ്റിലപ്പള്ളി ഷെല്ലിയുടെയും ലിസിയുടെയും മകൻ 17 വയസ്സുള്ള സാം ഷെല്ലിയാണ് മരിച്ചത്. ഞായറാഴ്ച തൃശൂരിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ ശാരീരിക അസ്വാസ്ഥ്യം തോന്നിയ കുട്ടി കളി നിർത്തി വിശ്രമിക്കുകയായിരുന്നു. തുടർന്ന് കുഴഞ്ഞു വീണ സാം ഷെല്ലിയെ
തൃശൂരിലെ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാത്രി 7 മണിയോടെ മരിക്കുകയായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 4:30 കോട്ടേക്കാട് സെന്റ് മേരീസ് അസംഷനിൽ വെച്ച് നടക്കും. നിരഞ്ജന റോസ്, മനു എന്നിവർ സഹോദരങ്ങളാണ്. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിക്ക് മുന്നിലും നെല്ലുവായ് ശ്രീധനന്തുരി ക്ഷേത്രാങ്കണത്തിലും സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. MLA ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. ചടങ്ങിന് പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് അംഗങ്ങളായ NP അജയൻ, MC ഐജു, കൊച്ചിൻ ദേവസ്വം ബോർഡ് ധനന്തുരി ആയുർവേദ റിസർച്ച് സെന്റർ ചെയർമാൻ PC അബാൽമണി, ദേവസ്വം ഓഫീസർ G. ശ്രീരാജ്, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി CS ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. സൂപ്പർ ലീഗ് കേരള സീസൺ 2 തകർപ്പൻ പ്രകടനം കാഴ്ചവെക്കുന്ന തൃശൂർ മാജിക് FC-യുടെ യുവ ഗോൾ കീപ്പർ അക്കിക്കാവ് സ്വദേശി കമാലുദ്ദീൻ ദേശീയ ശ്രദ്ധയിലേക്ക്. 15-ന് തായ്ലൻഡിനെതിരെ നടക്കാനിരിക്കുന്ന സൗഹൃദ മത്സരത്തിനുള്ള 25-അംഗ അണ്ടർ-23 ഇന്ത്യൻ സാധ്യതാ ടീമിൽ കമാലുദ്ദീൻ ഇടം നേടി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ അക്കിക്കാവ് കുപ്പിക്കുന്ന് സ്വദേശിയായ ഈ 21-കാരൻ സൂപ്പർ ലീഗ് കേരളയിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. റഷ്യൻ പരിശീലകൻ ആന്ദ്രേ ചെർണിഷോപ്പിന്റെ തന്ത്രങ്ങളിൽ അണിനിരക്കുന്ന തൃശൂർ മാജിക് FC ലീഗിൽ 4 മത്സരങ്ങളിൽ നിന്ന് 9 പോയിന്റുമായി നിലവിൽ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. ടീമിന്റെ ഈ മികച്ച പ്രകടനത്തിൽ കമാലുദ്ദീന്റെ പങ്ക് ഏറെ നിർണായകമായിരുന്നു. ഇതുവരെ കളിച്ച 4 മത്സരങ്ങളിലും തൃശൂരിന്റെ ഗോൾ വലകാത്ത കമാലുദ്ദീൻ 3 ക്ലീൻ ഷീറ്റുകൾ സ്വന്തമാക്കി. ലീഗിലെ മികച്ച ഗോൾ കീപ്പർമാരിൽ പട്ടികയിൽ മുന്നിലാണ്. സാധ്യതാ പട്ടികയിൽ ഇടം നേടിയതിലും ഇന്ത്യയ്ക്കായി ബൂട്ട് കെട്ടുക എന്നുള്ളതിലും ഏറെ സന്തോഷമുണ്ടെന്ന് കമാലുദ്ദീൻ പറഞ്ഞു. സൂപ്പർ ലീഗ് കേരളയിലൂടെ താൻ ഉൾപ്പെടെയുള്ള യുവതാരങ്ങൾക്ക് ദേശീയ ശ്രദ്ധ നേടാൻ സാധിക്കുന്നുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിലും തൃശൂരിനായി മികച്ച പ്രകടനം പുറത്തെടുക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യമെന്നും കമാലുദ്ദീൻ പറഞ്ഞു. ദേശീയ ടീമിന്റെ സാധ്യതാ പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിലൂടെ കമാലുദ്ദീൻ തൃശൂർ മാജിക് FC-ക്കും സ്വന്തം നാടായ അക്കിക്കാവിലെ കായിക പ്രേമികൾക്കും സൂപ്പർ ലീഗ് കേരളയ്ക്കും അഭിമാനമായി മാറുകയാണ്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് കമാലുദ്ദീൻ. അക്കിക്കാവ് കുപ്പിക്കുന്ന് അത്തിക്കപ്പറമ്പിൽ കാസിം ബുഷറ ദമ്പതികളുടെ മകനാണ്. ആനയെ ആദ്യമായി തൊട്ടറിഞ്ഞ സന്തോഷത്തിലാണ് എത്യോപ്യൻ ആർച്ച് ബിഷപ്പ് ആബുനെ മൽക്കിസേദക്. പെങ്ങാമുക്ക് മൂലേപ്പാട് മാർ ബസേലിയോസ് മാർ ഗ്രിഗോറിയോസ് പള്ളിപ്പെരുന്നാളിനെത്തിയതായിരുന്നു ആർച്ച് ബിഷപ്പ്. വാദ്യമേളങ്ങൾ ആസ്വദിച്ചും കൊമ്പൻ പാമ്പാടി രാജന്റെ കൊമ്പ് പിടിച്ചും ആർച്ച് ബിഷപ്പ് പെരുന്നാളിൽ പങ്കെടുത്തു. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ എന്നിവർ പെരുന്നാൾ ആഘോഷത്തെപ്പറ്റി ആർച്ച് ബിഷപ്പിന് വിശദീകരിച്ച് നൽകി. പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് പങ്കെടുക്കാനാണ് എത്യോപ്യൻ ആർച്ച് ബിഷപ്പ് കേരളത്തിലെത്തിയത്. പരുമലയിൽ വെച്ച് കുന്നംകുളത്തെ പെരുന്നാളുകളെപ്പറ്റി അറിഞ്ഞപ്പോൾ ആർച്ച് ബിഷപ്പ് മൂലേപ്പാട് പള്ളിയിലെത്തുകയായിരുന്നു. എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ വനിതാ ക്ഷേമ സഹകരണ സംഘം മങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ വനിതാ സംഘം പ്രസിഡന്റ് ഷീജ സുരേഷ് അധ്യക്ഷയായി. സംഘം വൈസ് പ്രസിഡന്റ് സുമന സുഗതൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം KM അഷ്റഫ്, എരുമപ്പെട്ടി സഹകരണ സംഘം പ്രസിഡന്റ് UK കൃഷ്ണൻകുട്ടി, സെക്രട്ടറി MS സിദ്ധൻ, ബോർഡ് മെമ്പർ ബിബിൻ, ക്ഷീരസംഘം മുൻ പ്രസിഡന്റ് PT ദേവസി, ബോർഡ് മെമ്പർ KK യോഗേഷ്, CDS ചെയർപേഴ്സൺ നകുല പ്രമോദ് എന്നിവർ സംസാരിച്ചു. ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യരെ ഒരുമിപ്പിച്ച് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഇടത് നയങ്ങൾക്ക് മാത്രമേ സാധിക്കൂവെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജ് പറഞ്ഞു. LDF ഗുരുവായൂർ 11-ാം വാർഡ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും വാർഡ് വികസന രേഖാ പ്രകാശനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചക്കം കണ്ടത്തിന്റെ വികസന തുടർച്ചയ്ക്കും പുരോഗതിക്കും ഇടതുപക്ഷ വിജയം അനിവാര്യമാണെന്നും വത്സരാജ് കൂട്ടിച്ചേർത്തു. വികസന രേഖയുടെ പ്രകാശനം വാർഡ് കൗൺസിലറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ AM ഷഫീറിനെ കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. A. സതീഷ് അധ്യക്ഷത വഹിച്ചു. ഇടതുമുന്നണി നേതാക്കളായ PS ജയൻ, MA ഷാജി, KK പുണ്ണി, KA ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വാർഡ് കൺവീനർ ഷാനി റജി സ്വാഗതവും ട്രഷറർ ഉമ്മർ മനയത്ത് നന്ദിയും പറഞ്ഞു. കുന്നംകുളം നഗരസഭയും കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയും സംയുക്തമായി IEC പ്രവർത്തനങ്ങളുടെ ഭാഗമായി വാക്കത്തോണും ഹരിതകർമ്മസേന സംഗമവും നടത്തി. രാവിലെ 10 മണിക്ക് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്ത് വാക്കത്തോൺ ആരംഭിച്ചു. കൗൺസിലർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു.
ശിങ്കാരിമേളത്തിന്റെ അകമ്പടിയോടെ നഗരം ചുറ്റിയ വാക്കത്തോൺ ടൗൺ ഹാളിൽ സമാപിച്ചു. തുടർന്ന് രാവിലെ 11 മണിക്ക് നടന്ന ഹരിതകർമ്മസേനാ സംഗമം സമാവേശ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ സോമശേഖരൻ സ്വാഗതം പറഞ്ഞു. പ്രിയ സജീഷ്, സജ്നി പ്രേമൻ, സൗമ്യ അനിലൻ, ഷബീർ PK എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് സോഷ്യൽ കം എക്സ്പെർട്ട് ഡോക്ടർ ശുഭിത മേനോൻ ആശംസാ പ്രസംഗം നടത്തി. ക്ലീൻ സിറ്റി മാനേജർ അജിത് AV നന്ദിയും പറഞ്ഞു. പ്രധാന അതിഥിയായി പങ്കെടുത്ത റിട്ടയർഡ് HSS അധ്യാപകൻ സ്റ്റാൻലി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നടത്തി. തുടർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സാംസ്കാരിക പരിപാടികളും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച ക്വിസ് മത്സരവും നടത്തി. വിജയികൾക്ക് അനുമോദന പത്രവും ട്രോഫിയും സമ്മാനിച്ചു. പരിപാടിയുടെ അവസാനത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് വിതരണം നടത്തി. സമാപന ചടങ്ങിൽ KSW MP എഞ്ചിനീയർ മുഹസിന CK നന്ദി പറഞ്ഞു. കാട്ടകമ്പാൽ പഞ്ചായത്തിൽ അങ്കണവാടികളിലേക്ക് ആവശ്യമായ അടുക്കള ഉപകരണങ്ങളും വേസ്റ്റ് ബിന്നും നൽകി. പഞ്ചായത്തിലെ 26 അങ്കണവാടികൾക്കാണ് ഈ വർഷത്തെ പദ്ധതിയിൽ നിന്ന് 2 ലക്ഷം രൂപ ചെലവഴിച്ച് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ വിതരണോദ്ഘാടനം നടത്തി. വൈസ് പ്രസിഡന്റ് ബബിത ഫിലോ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മിൻഡോറിനി, ഷീജ സുഗതൻ, മെമ്പർമാരായ MS മണികണ്ഠൻ, സുധീർ, അസിസ്റ്റന്റ് സെക്രട്ടറി സുജ, ICDS സൂപ്പർവൈസർ PV ശോഭ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കുന്നംകുളം ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വേട്ടയ്ക്കരൻ പാട്ട് നവംബർ 8 ശനിയാഴ്ച നടക്കും. രാവിലെ 10-ന് പാട്ടിന് കൂറയിടും. ഉച്ചപ്പാട്ടിന് ശേഷം വൈകിട്ട് 6-ന് നിറമാല, ദീപാരാധന, തായമ്പക എന്നിവയുണ്ടാകും. കക്കാട് രാജപ്പൻ മാരാർ നേതൃത്വം നൽകും. കാരക്കൂറ മഠം രാമചന്ദ്രൻ നായരാണ് വേട്ടയ്ക്കരൻ പാട്ടിന്റെ കോമരം. തന്ത്രി മുണ്ടയൂർ മന നാരായണൻ നമ്പൂതിരി, മേൽശാന്തി സൗരഭ് മിശ്ര, ഊരാളൻ ശശിധര രാജ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രഭാകരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് കരുണ പ്രസാദ്, ട്രഷറർ വിനോദ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,175 രൂപ, പവന് 89,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 159 രൂപ. ചരമം അഞ്ഞൂർ പാർക്കാടി തോട്ടപ്പായ മന ശങ്കര നമ്പൂതിരി ഭാര്യ ശ്രീമതി അന്തർജനം നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സജീഷ്, രമ്യ, സൗമ്യ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.